അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? വെക്കേഷനൊക്കെ ആയതുകൊണ്ടേ ടൂർ പോവാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ടൂറാ? നമ്മളാ? എവിടെ പോണേ? അതൊന്നും എനിക്കറിയില്ല, സർപ്രൈസ് ആണെന്നാ പറഞ്ഞ. നിങ്ങൾ വേറെ സ്ഥലമൊക്കെ നോക്ക്, നല്ലത്, നമുക്ക് നല്ല കിട്ടിയാ പോവാം. ആണോ? നീ ഈ ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും കാണില്ലേ? രാവിലെ തൊട്ട് അതിനകത്ത് ചർച്ചയാണല്ലോ. അച്ഛൻ പറഞ്ഞല്ലോ ഗ്രൂപ്പിൽ ടൂർ പോകാനെ പറ്റി. ഇല്ല, ഞാൻ നോക്കിയില്ല. ഞാൻ ഇന്ന് ഓൺലൈനിൽ കയറിയിട്ടേ ഇല്ല. ബാക്കി എല്ലാ കാര്യം നോക്കാൻ നേരം നോക്ക്. അതെ, ഞാൻ ഇന്ന് ഓൺലൈനിൽ കയറാത്തോണ്ട് മെസ്സേജ് ഒന്നും കണ്ടില്ല. ഇപ്പൊ അമ്മ പറഞ്ഞപ്പോഴാണ് ടൂർ പോകാനെ പറ്റി ഞാൻ അറിയുന്നത്. നിങ്ങൾ നല്ല ലൊക്കേഷൻ ഒക്കെ നോക്കട്ടെ, എന്നോട് നോക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ട്രാവൽ ഏജൻസി നോക്കാട്ടോ. നല്ല റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് തന്നെ പോകാൻ ഇപ്പൊ സമയമില്ല, 2 ദിവസമുള്ളൂ ഇനി. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് അയച്ചു തരാം. ശരി. കൊള്ളാല്ലേ, ഇത് പറഞ്ഞെടുക്കാല്ലേ. നീ ഈ ചൂടത്ത് ഈ അരിച്ചാക്കുമ്പൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ട് പോണേ? വല്ല പട്ടുപാട ബ്ലൗസ് എടുത്ത് വെക്ക്. ഇതൊക്കെ ഇട്ടിട്ട് പോയി ചൂടാണ് തന്നെ. പട്ടുപാടി കിട്ടണ്ട ആരാ ടൂർ പോണത്? പിന്നെ ഒന്നാമത് തണുപ്പുള്ള സ്ഥലവും കൂടിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ പറ്റുള്ളൂ. പിന്നെ പട്ടുപാടില്ലേ ടൂർ പോകുമ്പോഴാ. ഈ ഊട്ടി കൊടൈക്കനാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ പറ്റുള്ളൂ. കൊടൈക്കനാല? നമ്മളതിന് പഴനിക്ക് പോണേ. ഏ ആ ഓ, അത് ശരി. ഈ പഴനിക്ക് പോകുന്നതിനെയാണോ നിങ്ങൾ ഈ ടൂർ പോകുന്നു എന്ന് പറഞ്ഞത്? ആ ഈ പഴനിയിലല്ലേ കഴിഞ്ഞ മാസം പോയിട്ട് വന്നത്? ദൈവദോഷം പറയരുത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഭഗവാന്റെ കാര്യമാണ്, ചൂട്ടി കുറിച്ചൊന്ന് പോകട്ടെ. ഞങ്ങളൊക്കെ ഈ പഴനിക്ക് പോകുന്നതിനെ തീർത്ഥാടനം അല്ലെങ്കിൽ തൊഴാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ടൂറ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനങ്ങനെ ചിന്തിക്കരുതായിരുന്നു. അമ്മായി പറയാറുണ്ട് പഴനിയിലൊക്കെ എത്ര പോയാലും മടുക്കൂല. അത് ശരിയാണല്ലേ. കഴിഞ്ഞ ആഴ്ച പോയി വന്നിടുക. ഇപ്പൊ അച്ഛൻ പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇല്ലാത്ത ധൃതിയില്ല. ഇപ്പൊ പോയാൽ മതി. പിന്നെ നീ നല്ല പാട്ടൊക്കെ നോക്കി നോക്കിട്ട് പമ്പാ ഗണപതി കിട്ടി നോക്കും. ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് തുള്ളാനുള്ള എനിക്ക് വയ്യ. പമ്പാ ഗണപതി എന്നൊക്കെ പറയിപ്പിക്കുന്നു. ചേച്ചി പോകുമ്പോ നമുക്ക് ഇഡ്ഡലി സാമ്പാറും രാവിലത്തേക്ക് എടുക്കാം. സാമ്പാർ ഞാൻ ഉണ്ടാക്കിക്കോളാം, ഇഡ്ഡലി ചേച്ചി നോക്കിയാൽ മതി. ബാക്കി ചോറ് കറിയൊക്കെ ബാക്കിയുള്ളവരോടൊക്കെ എടുക്കാം.